ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 36 പരശുരാമചരിതം. ശ്ലോകം 6. ശുക്രോ ജീവിതതാതവാക്യചലിത ക്രോധോദസംഖ്യാസമം ബിഭ്രത്യാതമഹോദരോപനിഹിതം ചാപങ്കുടാരം ശരാൻ ആരൂഢസഹവാഹയേന്ദ്രകരതം മാഹിഷ്മദീമാവിശൻ വാക്ഭിർവത്സമദാശുഷിക്ഷിതിപദൗ സംപ്രാസ്തുദാസങ്കരം. പദം. ശുക്ര ഉജ്ജീവിത താത വാക്യ ചലിത ക്രോധ അത സഖ്യ സമം ബിഭ്രത്യാത മഹോദര ഉപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢ സഹ വാഹ യന്ത്രക രഥം മാഹിഷ്മതീം ആവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷി ക്ഷിതി പദൗ സംപ്രാസ്തുതാ സങ്കരം. അർത്ഥം. ശുക്രാചാര്യരിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ജമദഗ്ധ മഹർഷിയുടെ വാക്കുകൾ കേട്ട് അങ്ങ് കോപം മൂലം ജ്വലിക്കുകയും സ്മരണമാത്രയിൽ മഹോദരൻ കൊണ്ടുവന്ന അമ്പും വില്ലും പരശുവും വെച്ച് സുഹൃത്തായ അകൃതവ്രണനോടുകൂടി രഥാരൂഢനായി കാർത്തിവീര്യ രാജധാനിയായ മാഹിഷ്മതിയിലെത്തുകയും ചെയ്തു. നല്ല വാക്കുകൾ പറഞ്ഞിട്ടും തിരികെ കിട്ടാതായപ്പോൾ അങ്ങ് യുദ്ധം ആരംഭിച്ചു. ശ്ലോകം 7. പുത്രാണാമയുധേന സപ്തദശിഭിശ്ച അക്ഷൗഹിണീഭിർമഹാ സേനാനീഭിയനേകമിത്രനിവഹൈ വ്യാജം ഭൃതായോധനഃ സദ്യസ്ത്വത്കുടാരബാണവിതളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനേ ത്വാമാപതധേഹയാ. പദം. പുത്രാണാം ആയുധേന സപ്തദശിഭിഃ ച അക്ഷൗഹിണീഭിഃ മഹാസേനാനിഭിഃ അനേകമിത്രനിവഹൈ വ്യാജൃംഭിത ആയോധനഃ സദ്യത്വത്കുടാരബാണവിതളത് നിശേഷ സൈന്യ ഉത്കരഃ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാം ആപതത് ഹേഹയാഃ. അർത്ഥം. 10,000 പുത്രന്മാർ, 17 അക്ഷൗഹിണി ഭടന്മാർ, മഹാപരാക്രമികളായ സേനാധിപന്മാർ, അനേകം മന്ത്രിമാർ എന്നിവരോടൊത്ത് കാർത്തിവീര്യാർജുനൻ ഉഗ്രസമരം ചെയ്തെങ്കിലും അവസാനം അങ്ങയുടെ ബാണങ്ങളും ശക്തിപ്രഹരവുമേറ്റ് ചിന്നിച്ചിതറി നശിച്ച സൈന്യത്തോടും ഭയന്നോടിയ ബാക്കിയുള്ള പുത്രന്മാരോടും കൂടിയവനായപ്പോൾ അങ്ങയെ സ്വയം എതിർത്തു. ശ്ലോകം 8. ലീലാവാരിത നർമ്മദാ ജലവലത് ലങ്കേശഗർവാപഹ ശ്രീമദ് ബാഹുസഹസ്രമുക്ത ബഹുശാസ്ത്രാസ്ത്രം നിരുന്ധന്നമം ചക്രേ ത്വയ്യദ വൈഷ്ണവേ വിവിഫലേ ബുദ്ധ്വാ ഹരിം ത്വാമുദാ ധ്യായന്തം ചിത സർവദോഷമവധി സോഗാത്പരം തേ പദം. പദം. ലീല വാരിത നർമ്മദാ ജലവലത് ലങ്കേശ ഗർവ അപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹു ശസ്ത്ര അസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയി അത വൈഷ്ണവേ അഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷം അവധി സ അഗാത് പരം തേ പദം. അർത്ഥം. വിനോദത്തിനു വേണ്ടി അനായാസം തടഞ്ഞു നിർത്തിയ നർമ്മദാജലത്തിൽപ്പെട്ട് നീന്തിത്തളർന്ന രാവണന്റെ അഹങ്കാരം കുറച്ചു. കാർത്തിവീര്യ അർജുനൻ തൻ്റെ 1000 കൈകളിൽ നിന്ന് വർഷിച്ച ആയുധങ്ങളും വൈഷ്ണവചക്രം പോലും അങ്ങയിൽ ഫലിക്കാതെ വന്നത് കണ്ടപ്പോൾ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് ഊഹിക്കുകയും സന്തോഷപൂർവ്വം അങ്ങേ ധ്യാനിക്കുകയും ചെയ്തു. അങ്ങാകട്ടെ അവൻ്റെ 1000 കരങ്ങൾ ഛേദിച്ച് അവനെ കൊന്നു. അവൻ അനന്തരം അങ്ങയുടെ പരമപദം പ്രാപിച്ചു. ശ്ലോകം 9. ഭൂയോമർഷിത ഹേഹയാത്മജഗണൈതാദേഹദേ രേണുകാം ആഖ്യാനം ഹൃദയം നിരീക്ഷ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരതായുധസ്ത്വമകൃത
വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷത്രിയാമേദിനീം. പദം ഭൂയ അമർഷിത ഹേഹയ ആത്മജ ഗണൈഃ താതേ ഹതേ രേണുകാം ആഖ്യാനം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാന അനീത രഥ ആയുധ ത്വം അകൃതാഃ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷത്രിയാ മേദിനീം. അർത്ഥം: പിന്നീട് അമർഷം കൊണ്ട് കാർത്യവീര അർജുന പുത്രന്മാർ ജമദഗ്നിയെ നിഗ്രഹിച്ചപ്പോൾ പലവരു നെഞ്ചത്തലച്ച് കേഴുന്ന രേണുകയെ കണ്ട് അങ്ങ് ഘോരമായ ഒരു ശപഥം ചെയ്യുകയും സ്മരിച്ചു വരുത്തിയ രഥം, ആയുധങ്ങൾ എന്നിവയോടുകൂടി എല്ലാ ദിക്കിലും സഞ്ചരിച്ച് ബ്രാഹ്മണ ശത്രുക്കളായ ക്ഷത്രിയ വർഗത്തെ പരശുകൊണ്ടും ശരങ്ങൾ കൊണ്ടും സംഹരിച്ച് ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ശ്ലോകം 10. താതോ ജീവന കൃന്ദ്രബാലകുലം ത്രിസപ്തകൃത്തോ ജയൻ സന്ദർഭ്യാത സമന്ത പഞ്ചകമഹാരക്തഹൃദൗഹേ പിതॄൻ യജ്ഞേഷ്മാമഭികാശവാദിഷു ദിശൻ സ്വാലേന യുദ്ധൻ പുന കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. പദം താത ഉപജീവന കൃത് നൃപാലകകുലം ത്രിസപ്തകൃത്വഃ ജയൻ സന്ദർഭ്യ അത സമന്ത പഞ്ചകമഹാ രക്തഹൃദ ഔഹേ പിതॄൻ യജ്ഞേഷ്മാം അഭി കാശ്യപ ആദിഷു ദിശൻ സ്വാലേന യുദ്ധൻ പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി ശമിത യുദ്ധാത് കുമാരേ ഭവാൻ. അർത്ഥം: പിതാവിന് പുനർജീവൻ കൊടുക്കുകയും ക്ഷത്രിയകുലത്തെ മുഴുവൻ 21 വട്ടം നശിപ്പിക്കുകയും ചെയ്ത അങ്ങ് സമന്തപഞ്ചകത്തിലെ രക്തക്കുളത്തിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയും യജ്ഞമധ്യേ ഭൂമി മുഴുവൻ കാശ്യപാദികളായ മഹർഷി ശ്രേഷ്ഠന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് സ്വാലനോട് യുദ്ധം ചെയ്ത അങ്ങേ ശ്രീകൃഷ്ണൻ സ്വാലനെ വധിക്കുമെന്ന് പറഞ്ഞു സനകാദികൾ പിന്തിരിപ്പിച്ചു. ശ്ലോകം 11. ന്യാസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈഃ ധ്യാതേശ്വാസ ധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃത കേരളോ ഭൃഗപദേവാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം ന്യസ്യ അസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപഃ ധന്വൻ പുനഃ മജ്ജിതാം ഗോകർണ അവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ അർത്ഥിത താപസൈ ധ്യാത ഈശ്വാസ ധൃത അനല അസ്ത്ര ചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരള ഭൃഗുപതി വാദേശ സംരക്ഷമ. അർത്ഥം: അനന്തരം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രഗിരിയിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അങ്ങ് ഗോകർണം വരെ സമുദ്രം വീണ്ടും മുക്കിയ ഭൂമിയെ കാണുകയും മഹർഷിമാരുടെ പ്രാർത്ഥനയനുസരിച്ച് അങ്ങ് സ്മരിച്ചു വരുത്തിയ ആഗ്നേയാസ്ത്രത്താൽ ചകിതമാക്കപ്പെട്ട സമുദ്രത്തെ സ്രുവം ഉപയോഗിച്ച് മാറ്റി നിർത്തി കേരളത്തെ ഉദ്ധരിച്ചു. ഭൃഗുകുലനാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും സംരക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.